ആകാശത്തെ മുട്ടുന്ന വെള്ളിമഞ്ഞു പുതച്ച മലനിരകൾ, പൈൻമരങ്ങൾക്കിടയിലൂടെ ഒഴുകിവരുന്ന തണുത്ത കാറ്റ്, മഞ്ഞുകണങ്ങൾ ഉമ്മ വയ്ക്കുന്ന ആപ്പിൾ തോട്ടങ്ങൾ. ഇതാണ് ഗ്രഹാൻ, ഹിമാചൽ പ്രദേശിലെ പാർവതി വാലിയിൽ ഒളിഞ്ഞിരിക്കുന്ന കൊച്ചു സ്വർഗം. കസോളിലെ തിരക്കുകളിൽ നിന്ന് മാറി കാട്ടുപാതകളും വെള്ളച്ചാട്ടങ്ങളും താണ്ടിയെത്തുന്ന ഗ്രഹാൻ വെറുമൊരു ഗ്രാമമല്ല, അതൊരു വികാരമാണ്. പൗരാണികമായ തടി വീടുകളും അവിടുത്തെ തനത് സംസ്കാരവും ഈ ഗ്രാമത്തെ ഹിമാലയത്തിലെ മറ്റേതൊരിടത്തു നിന്നും വ്യത്യസ്തമാക്കുന്നു. വാക്കുകൾക്ക് വിവരിക്കാൻ കഴിയാത്ത ഭംഗിയുമായി കാത്തിരിക്കുന്ന ഗ്രഹാന്റെ വഴികളിലൂടെ, ആ വെള്ളച്ചാട്ടങ്ങളുടെ കുളിരിലൂടെയാണ് ഇന്നത്തെ യാത്ര. ഹിമാലയത്തിൻ്റെ ഹൃദയമിടിപ്പറിയാൻ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മൊബൈൽ ഫോണിന് നെറ്റ്വർക്ക് കവറേജ് ഒന്നും കിട്ടാത്ത, അതേപോലെ കുറച്ച് ആൾക്കാർ മാത്രം താമസിക്കുന്ന ഹിമാചൽ പ്രദേശിലെ ഒരു ചെറിയൊരു വില്ലേജ് ഉണ്ട്. അതിൻ്റെ പേരാണ് ഗ്രഹാം വില്ലേജ്. അപ്പോൾ അവിടേക്കാണ് ഇന്ന് നമ്മുടെ യാത്ര. ഹിമാചൽ പ്രദേശിലെ കസോൾ വരെ നമുക്ക് ബസ്സിന് എത്താൻ കഴിയും. പിന്നെ അവിടെ നിന്ന് 4x4 ജീപ്പിന് കയറിയിട്ട് വേണം നമുക്ക് ഗ്രഹാൻ വില്ലേജിൽ എത്താൻ വേണ്ടിയിട്ട്. അവിടെയൊക്കെ ഏകദേശം ജീപ്പിന് വരികയാണെങ്കിൽ 10 കിലോമീറ്ററോളം ദൂരമുണ്ട്. ടൗണുകളിൽ നിന്ന് ജീപ്പിൽ സാധനങ്ങൾ കൊണ്ടുവന്ന് പിന്നെ അതിനുശേഷം ഇതേപോലെ കഴുതപ്പുറത്താണ് എല്ലാ വീടുകളിലേക്കും സാധനം എത്തിക്കുന്നത്. ചായ ചൂടുണ്ട്, പക്ഷെ നല്ല അടിപൊളി ചായ. അപ്പം ഇവിടെ നിന്നാണ് നമ്മൾ ചായ കുടിച്ചത്. ഇവിടെ ഒരു ഏട്ടനുണ്ട്. അപ്പോൾ പുള്ളിയുടെ കുട്ടികളെയൊക്കെ കല്യാണം കഴിച്ചു വിട്ടതാണ്. അപ്പോൾ ഇവിടെ മെഡിറ്റേഷന് വേണ്ടി ഇവിടെ തന്നെയാണ് താമസം. ഉറക്കൊക്കെ ഇവിടെ തന്നെയാണ്. വീട്ടിലേക്കൊന്നും പോകാറില്ല. അയാൾ ഒറ്റക്കാണ് ഈ കാട്ടിനുള്ളിൽ നിൽക്കുന്നത് ഇല്ലേ. അപ്പോൾ നമ്മൾ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തെത്തിട്ടു. ലാസ്റ്റ് നടന്ന് ഇവിടെ എത്തി. ഒരുപാട് ദൂരം ഉണ്ട്. ഇങ്ങോട്ട് 5 കിലോമീറ്ററോളം നടക്കാണ്ടായിരുന്നു. ഇത് കണ്ടില്ലേ, ആ കല്ലിൻ്റെ ഇടയിൽ കൂടെ കയറിയിട്ട് ഇപ്പുറത്തേക്ക് വേണം ചാടാൻ. അപ്പോൾ നമ്മളെ ഇവിടെ ഒരു അടിപൊളി വെള്ളച്ചാട്ടമുണ്ട്. അതൊന്നും അപ്പുറത്തൊന്നും കാണാൻ പറ്റില്ല. നല്ല അടിപൊളി സൂപ്പർ വെള്ളച്ചാട്ടമാണ്. കണ്ടില്ലേ, ഒന്നിന് മുതലായിരിക്കണം നമുക്ക് ഈ വെള്ളച്ചാട്ടം കണ്ട. അങ്ങനെ വന്നതിന് പോയല്ലേ.
ഇപ്പൊ തന്നെ ഈ വേനൽക്കാലത്തിന് ഇത്രത്തോളം വെള്ളമുണ്ട്. അപ്പൊ മഴക്കാലത്തെ കാര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഈ വെള്ളം നല്ല തണുപ്പാട്ടോ. ഇത് അപ്പുറത്ത് നമ്മൾ വിലങ്ങുറിഞ്ഞ് വരുമ്പോഴേ കാല് നല്ല തണുപ്പാണ്, കോറിപ്പോവും. അപ്പൊ നമ്മളെടുത്ത റൂമിൽ നിന്നുള്ളൊരു വ്യൂ ആണിത്. അപ്പോൾ ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ട് തീറ്റൊക്കെ കൊണ്ടുവരുന്നു, അതേമാതിരി തിരിച്ചു കൊണ്ടുപോകുന്നൊക്കെ. അവിടെ നായുണ്ട്, ആ നായയാണ് ഇനി കുറച്ച് കഴിഞ്ഞ് വരും. ഇതിന് തീറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം കൊണ്ടുപോകാൻ വേണ്ടി അതാണ് വരുന്നത്. ഇതാണ് നമ്മളെടുത്ത റൂം. ഇതിൻ്റെ മുകളിലത്തെ ഫ്ലോറിലാണ് നമ്മൾ റൂം എടുത്തിട്ടുള്ളത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.